ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ട് മോശയെയും അഹറോനെയും ദൈവം മോചകരായി അയച്ചു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് നിലവിളി കേൾക്കുന്നവരുടെ പക്ഷം ചേരുന്ന ദൈവമായി ദൈവം ചെങ്കടൽ വിഭജിച്ചു, ആദ്യജാതരെ സംഹരിച്ചു, മഹാവ്യാധികൾ കൊണ്ട് അടിച്ചമർത്തിയവരെ അവൻ ശിക്ഷിച്ചു. അവൻ നിലവിളിക്കുന്നവരോടൊപ്പമാണ്. എന്നൊക്കെ ഇസ്രായേൽ ജനം അടിമത്തം അനുഭവിച്ചപ്പോൾ നിലവിളിച്ചോ, അപ്പോഴൊക്കെ അവൻ വിടുതലിനായി, ആശ്വാസത്തിനായി പ്രവാചക വചനങ്ങളായി കടന്നു വന്നു. പുതിയ നിയമത്തിൽ നിലവിളിക്കുന്ന ഒരാളോട് പോലും എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ മുഖം തിരിയുന്നവനായി ദൈവം വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് കരയുന്നവരെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്ന, കരച്ചിൽ കേൾക്കുമ്പോൾ തന്റെ യാത്ര പോലും നിർത്തി എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ദൈവം. അതാണ് ഈ അൾത്താരയിൽ. ബർത്തമിയൂസ് ഇങ്ങനെ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ രോഗത്തിന്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ അന്ധതയുടെ മേൽ കരുണയായിരിക്കണമേ എന്നവൻ നിലവിളിച്ചപ്പോൾ ഈശോ തിരിഞ്ഞു നിന്നു തൻ്റെ അടുത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അവനെ അനുഗ്രഹിക്കുന്ന കാഴ്ച വീണ്ടു കൊടുക്കുന്നവനായി ദൈവം സ്വയം മാറുകയാണ്. നമ്മുടെ കരങ്ങൾ ഈ യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാം. നിലവിളിക്ക് ഉത്തരം നൽകുന്ന, ആരൊക്കെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സലിഞ്ഞ് സൗഖ്യവും അനുഗ്രഹവും വിശക്കുന്നവർക്ക് അപ്പം പോലും വർദ്ധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. എല്ലാവരും ആത്മവിശ്വാസത്തോടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഏറ്റു ചെല്ലട്ടെ. കർത്താവായ യേശുവേ, ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ ജീവിതത്തിന്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ ജോലി മേഖലകളുടെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ കടബാധ്യതയുടെ മേൽ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ കരുണയായിരിക്കണമേ, എൻ്റെ മാതാപിതാക്കളുടെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ സഹോദരങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ ദുഃഖങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ തകർച്ചകളുടെ മേൽ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. മനസ്സിൽ നിന്നുള്ള നിലവിളിയായി
സൗഖ്യമേകണേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ തുറന്ന് തിരുവോസ്തിയിലേക്ക് മാത്രം നോക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ദൈവം തന്നെ താൻ ആരാണെന്നും തൻ്റെ സ്വഭാവം എന്താണെന്നും താൻ എന്തിനു വേണ്ടിയാണ് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചതെന്നും ഈ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി താൻ എന്തൊക്കെ ചെയ്യുമെന്നും ചെയ്യുന്നുവെന്നും അവൻ ബൈബിളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ മക്കള് പാപത്തിൽ നിന്ന് സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ വിടുതൽ നൽകി രക്ഷിച്ചെങ്കിലും അന്യ ദൈവങ്ങളുടെ അടുത്തും വിഗ്രഹത്തിന്റെ അടുത്തേക്കും യാത്ര ചെയ്തപ്പോൾ ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ്. സീനായ് മലയിൽ ഉടമ്പടി നൽകുന്ന ദൈവം, കൽപ്പന നൽകി തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ കാരുണ്യത്തിലേക്ക് വീണ്ടും പിടിച്ചടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ മറ്റൊരു മുഖം, ഉടമ്പടിയുടെ ദൈവം. ഞാനും നിങ്ങളും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൽപ്പനകളായി. നീ എന്നോട് ചേർന്നിരിക്കണോ, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണോ, ഇന്നതൊക്കെ നീ ചെയ്യണം എന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന സമയമാണ് സീനായ് മലയിലെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ. ദൈവം വെളിപ്പെടുത്തുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. നീ എന്നോട് എന്നും ചേർന്ന് നിൽക്കണം, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ഉടമ്പടി നൽകുന്ന, ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്താൻ ആവശ്യപ്പെടുന്ന ആ ദൈവത്തെ നമുക്കൊന്ന് കേൾക്കാം. സീനായ് മലമേൽ നീതി പ്രമാണം നീ പകർന്നേകി, കരഞ്ഞു തളരും മാനവ മനസ്സിൽ പ്രത്യാശ നീ നൽകി. സീനായ് മലമേൽ നീതി പ്രമാണം നീ പകർന്നേകി, വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് കരഞ്ഞു തളരും മാനവ മനസ്സിൽ പ്രത്യാശ നീ നൽകി. ദാഹാർത്തരായി കേഴും മനുജനു ദാഹജലമേകി, തേനും പാലും ഒഴുകും ദേശം ദാനമായി നൽകി. ഇരുതീവെയിലിൽ മേഘമായി രാവിലഗ്നി സംഭമായി വരണേ, പരനേ എന്റെ പാലകനേ. ഇരുതീവെയിലിൽ മേഘമായി രാവിലഗ്നി സംഭമായി വരണേ, പരനേ എന്റെ പാലകനേ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഇരുതീവെയിലിൽ മേഘമായി രാവിലഗ്നി സംഭമായി വരണേ, പരനേ എന്റെ പാലകനേ. ഈ അൾത്താരയുടെ പ്രത്യേകത ദൈവം മനുഷ്യനായതിൻ്റെ ഓർമ്മയാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്, അവരെ രക്ഷിക്കാൻ, അവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ, അവരുടെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ. ദൈവം സഹിക്കുന്ന ദൈവമായി സ്വയം വെളിപ്പെടുത്തി. എനിക്ക് വേണ്ടി കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെട്ട ദൈവം, എനിക്ക് വേണ്ടി ക്രൂരമായി ശരീരം മുഴുവൻ ചാട്ടവാറുകൊണ്ട് അടിയേറ്റ ദൈവം, എനിക്ക് വേണ്ടി തിരുത്തലയിൽ മുൾമടി ധരിച്ച് ശരീരം മുഴുവൻ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ദൈവം, പരിഹാസത്തിന്റെ മുൾമുനയിൽ നിർത്തി ക്രൂരമായ നിന്നയുടെ വാക്കുകളിലൂടെ സഹനത്തിന്റെ
വലിയ അനുഭവത്തിലൂടെ കടന്നുപോയവൻ. അതാണ് നമ്മുടെ ദൈവം. മുകളിൽ നിന്ന് ആജ്ഞാപിച്ചിറങ്ങുന്ന ദൈവമല്ല, മനുഷ്യനോടൊപ്പം നടന്ന് അവന്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്ന, അവന്റെ വേദനകളിൽ പങ്കുചേരുന്ന, അവന് വേണ്ടി സഹിക്കുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അപ്പമായി മാറുന്നത്. കൊടുങ്കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കിയവൻ ഒരു ചെറുകാറ്റിനു പോലും ചലിപ്പിക്കാവുന്ന അപ്പമായി മാറുന്നു. 5 അപ്പം 5000 വിഭജിച്ചു കൊടുത്തവൻ വെറും ഒരു അപ്പക്കഷണമായി മാറുന്നു. ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമാണ് ഈ തിരുവോസ്തി. അവൻ സഹിച്ച് ഒരപ്പമായി മാറുമ്പോൾ എൻ്റെ സഹനങ്ങൾ അവൻ ഒപ്പിയെടുക്കുകയാണ്. ഒരു നീർപ്പഞ്ഞി വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ എൻ്റെ ദുഃഖങ്ങളിൽ ചേർന്ന് നിൽക്കുന്നൊരു ദൈവമായി സഹനത്തിൻ്റെ മാതൃകയിലൂടെ അവൻ പഠിപ്പിക്കുകയാണ്. നീ അനേകർക്ക് വേണ്ടി സഹിക്കേണ്ടവനാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചതുപോലെ നീ ദൈവത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സഹിക്കണം. എനിക്ക് വേണ്ടി 3 മണിക്കൂർ ആ കുരിശിൽ കിടന്ന് വേദന അനുഭവിച്ച ആ ദൈവത്തിന്റെ വേദന എൻ്റെ കൈകളിലും അനുഭവിച്ചുകൊണ്ട്, ശരീരത്തിലും അനുഭവിച്ചുകൊണ്ട് അവന്റെ വേദനയിൽ നമുക്കൊന്ന് പങ്കുചേരാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, കരങ്ങൾ വിരിച്ചു പിടിച്ച് പൂർണ്ണമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ദൈവമേ, എനിക്ക് പകരം നൽകാൻ ഒന്നുമില്ലെങ്കിലും എൻ്റെ ജീവിതം എനിക്ക് തരാൻ പറ്റും. എൻ്റെ സുഖ സൗകര്യങ്ങൾ നിനക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ സാധിക്കും. എനിക്കുള്ളതെല്ലാം നിനക്ക് വേണ്ടി എനിക്ക് തരാൻ കഴിയും. ആടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. ആടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആ കുരിശ് രൂപത്തിൽ പിടിച്ച് കരങ്ങൾ ഉയർത്തി പിടിച്ച് നിന്നോട് ചേർന്ന് ഞാൻ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈശോയെ, ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥന. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആ കുരിശ് രൂപം ചങ്കോട് ചേർത്ത് വെച്ച് മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ദൈവീക വേലയ്ക്ക് വേണ്ടി വിളിച്ചവരെയൊക്കെ ദൈവം തൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തിയാൽ നിറച്ചു. മോശയെയും ജോഷുവയെയും സാവൂൾ
സാമുവൽ, ദാനിയേൽ, ജെറമയ, എല്ലാ പ്രവാചകന്മാരും ആത്മാവിന്റെ ശക്തിയാൽ ജ്വലിച്ചവരായിരുന്നു. സാംസണും ദാനിയേലും ദാവീദും ആത്മാവിന്റെ ശക്തി പ്രകടനങ്ങളുടെ തെളിവുകളാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരെയും ആത്മാവ് കൊണ്ട് നിറച്ചു. ദൈവം വെളിപ്പെടുത്തുകയാണ്, നിങ്ങളെ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ജ്വലിപ്പിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ വർഷിക്കും. ദൈവത്തിൻ്റെ അടുത്ത മുഖം വെളിപ്പെടുത്തുകയാണ്, ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവമാണ്. ഒരു വേലക്കാരി സ്ത്രീയുടെ മുൻപിൽ പോലും യേശുവിനെ വെളിപ്പെടുത്താനും മഹത്വപ്പെടുത്താനും ധൈര്യമില്ലാതിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ 3000 പേരുടെ മുൻപിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നാം ആത്മാവ് കൊണ്ട് നിറയണം. നീ ആത്മാവിന് വേണ്ടി ചോദിച്ചാൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിച്ചതൊക്കെ ഭൗതികമായ ആവശ്യങ്ങൾക്കായിരുന്നു. എൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചിരുന്നെങ്കിൽ എത്രയധികമായി തരുമായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ. നീ ആത്മാവിന് വേണ്ടി ഒന്ന് ചോദിക്കുക, ആത്മാവ് നിറയാൻ വേണ്ടി ചോദിക്കുക, നിനക്കവൻ നൽകുന്നതായിരിക്കും. നമുക്ക് ഈ നിമിഷം തിരുവോസ്തി രൂപനായ ഈ കർത്താവിനോട്, ശിഷ്യന്മാരെ നിറച്ച, പ്രവാചകന്മാരെ നിറച്ച, പ്രപഞ്ചത്തെ രൂപം കൊടുത്ത് ചലിപ്പിച്ച പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഞങ്ങളെ നിറച്ച അഭിഷേകത്താൽ അയക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാവരും ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നിറയണമേ എന്നിലാത്മാവേ, നിറവാലെന്നെ അയക്കണമേ, ജ്വലിക്കണമേ എന്നിലഭിഷേകമാ, പൂരിതമാക്കണേ വരങ്ങളാലേ. നിറയണമേ എന്നിലാത്മാവേ, നിറവാലെന്നെ അയക്കണമേ, ജ്വലിക്കണമേ എന്നിലഭിഷേകമാ, പൂരിതമാക്കണേ വരങ്ങളാലേ. കരങ്ങൾ ഉയർത്തി ചോദിച്ചാൽ തരുമെന്ന വെളിപ്പെടുത്തൽ, ആത്മാവിനെ സമൃദ്ധമായി വർഷിക്കും എന്ന ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ഇവിടെ സംഭവിക്കട്ടെ. ലൗകികമായതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആത്മാവിനെ തരിക നാഥ. ചോദിച്ചാൽ നൽകുന്ന ദൈവമേ, ചോദിക്കുന്നു ഞാൻ പൂർണ്ണ ശക്തിയോടെ, ലൗകികമായതൊന്നും വേണ്ട എനിക്ക്, നിന്നാത്മാവിനെ തരിക നാഥ. നിറയണമേ എന്നിലാത്മാവേ, നിറവാലെന്നെ അയക്കണമേ, ജ്വലിക്കണമേ എന്നിലഭിഷേകമാ, പൂരിതമാക്കണേ വരങ്ങളാലേ. കരങ്ങൾ താഴ്ത്തി അടിച്ച് മോശയ്ക്കും അഹരോനും ജോഷുവായ്ക്കും ഏലീശായ്ക്കും ഏലിയായ്ക്കും വലിയ അത്ഭുത ശക്തി നൽകിക്കൊണ്ട് വിടുതലിന്റെ ആത്മാവേ ഞങ്ങളിലും നിറയണമേ എന്ന് ഒരുമിച്ച് പാടാം. ആത്മാവ് നമ്മെ നിറയ്ക്കട്ടെ, നയിക്കട്ടെ. മോശയ്ക്കും അഹരോനും ജോഷുവായ്ക്കും വിശ്വാസമേകിയ ആത്മാവേ, ദർശന വ്യാഖ്യാന വരങ്ങളാലേ, സ്വർഗത്തിനാത്മാവേ നിറയണമേ. നിറയണമേ എന്നിലാത്മാവേ, നിറവാലെന്നെ അയക്കണമേ, ജ്വലിക്കണമേ എന്നിലഭിഷേകമാ, പൂരിതമാക്കണേ വരങ്ങളാലേ. രാജാവിന്റെ അഭിഷേകം സാമൂലിനും ദാവീദിനും നൽകിക്കൊണ്ട് നേതൃത്വ ഗുണത്താൽ നയിച്ച് ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചവനെ ഞങ്ങളിലും നിറയട്ടെ, ഞങ്ങളിലും ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാജാവിൻ അഭിഷേകം സാവൂളിന, നേതൃത്വ ഗുണത്താൽ നിറച്ചവനെ, ബാലനം ദാവീദൻ ഇടയനെ നീ,
സ്നേഹത്താൽ നിറച്ച പുണ്യാത്മാവേ, നിറയണമേ എന്നിലാത്മാവേ, നിറവാലെന്നെ അയക്കണമേ, ജ്വലിക്കണമേ എന്നിലഭിഷേകമാ, പൂരിതമാക്കണേ വരങ്ങളായി. പരിശുദ്ധ കന്യകാമാതാവിൽ നിറഞ്ഞ ആത്മാവേ, ശിഷ്യന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സ്നാപകനെ ആത്മശക്തിയാൽ നിറച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും നിറയ്ക്കണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അഗ്നിയാൽ സെഹിയോൻ ശാലയിലെ ശ്രീഹരെ നിറച്ചൊരഗ്നിരൂപ, പൗലോസായി മാറിയ സാവൂളിനാൽ തീഷ്ണതയേകിയ പാവനാത്മാ, നിറയണമേ എന്നിലാത്മാവേ, നിറവാലെന്നെ അയക്കണമേ, ജ്വലിക്കണമേ എന്നിലഭിഷേകമാ, പൂരിതമാക്കണേ വരങ്ങളായി. എല്ലാവരും കരങ്ങൾ ഉയർത്തിയടിച്ച് പ്രാവായ യേശുവിൽ നിറഞ്ഞവനെ, ആത്മശക്തിയാൽ ജ്വലിപ്പിച്ചവനെ ഞങ്ങളിലും നിറയ്ക്കണമേ, ഞങ്ങളിലെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളും ഉണരട്ടെ ആത്മീയമായി അഭിഷേകത്തിന്റെ ശക്തിയാൽ. പ്രാവായ യേശുവിൽ നിറഞ്ഞവനെ, സാത്താനെ തോൽപ്പിച്ച ആത്മശക്തി, ജീവജലത്തിന്റെ അരുവികളാൽ ഒഴുകിയിറങ്ങണേ ഞങ്ങളിലും. നിറയണമേ എന്നിലാത്മാവേ, നിറവാലെന്നെ അയക്കണമേ, ജ്വലിക്കണമേ